കലാഭവൻ മണി അകാലത്തിൽ വിടവാങ്ങിയെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾക്ക് പിന്നാലെയായിരുന്നു ഭാര്യയും മകളും. ശ്രീലക്ഷ്മിയെ ഒരു ഡോക്ടറാക്കണം, അവൾ പഠിച്ചിറങ്ങുമ്പോഴേക്കും സ്വന്തമായി ഒരാശുപത്രി തുടങ്ങണം, ചാലക്കുടിയിലെ പാവപ്പെട്ടവർക്ക് അവിടെ ചികിത്സ നൽകണം എന്നതൊക്കെയായിരുന്നു കലാഭവൻ മണിയുടെ ആഗ്രഹം. അദ്ദേഹത്തിൻ്റെ മരണശേഷം മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയ ശ്രീലക്ഷ്മി എറണാകുളത്തെ ശ്രീനാരായണ കോളേജ് ഓഫ് മെഡിക്കൽ സയൻസിൽ MBBS പ്രവേശനം നേടി. ഇപ്പോൾ 4ാം വർഷ വിദ്യാർത്ഥിനിയാണ്. എങ്കിലും സോഷ്യൽ മീഡിയയിലൊന്നും സജീവമല്ല. അതുകൊണ്ട് തന്നെ ശ്രീലക്ഷ്മിയുടെ വിശേഷങ്ങളൊന്നും തന്നെ ആരും അറിയാറുമില്ല. എന്നാൽ ഇപ്പോഴിതാ ശ്രീലക്ഷ്മിയുടെ കൂട്ടുകാരികൾ വീട്ടിലെത്തിയപ്പോൾ പകർത്തിയ വീഡിയോയാണ് വൈറലായി മാറുന്നത്. ഈ വീഡിയോയിലും വലിയ മാറ്റങ്ങളൊന്നും തന്നെ ശ്രീലക്ഷ്മിക്ക് സംഭവിച്ചിട്ടില്ല. എങ്കിലും പഴയ ചമ്മൽ അങ്ങനെ തന്നെ ആ മുഖത്തുണ്ട്. അച്ഛൻ്റെ ഓർമ്മകൾ സുഹൃത്തുക്കളെ കാണിച്ചു കൊടുക്കുമ്പോൾ പഴയ കാലം ഓർക്കുകയാണ് ശ്രീലക്ഷ്മിയും. അച്ഛന് പിറന്നാൾ സമ്മാനം കിട്ടിയ ആന, താൻ വരച്ച ചിത്രങ്ങൾ, അച്ഛൻ്റെ ഓർമ്മ കുടീരം, പാടി, അങ്ങനെ എല്ലാ ഓർമ്മകളും കൂട്ടുകാർക്കായി ശ്രീ വീഡിയോയിൽ കാണിച്ചു നൽകുന്നുണ്ട്. കൂട്ടുകാരി ശില്പയോടാണ് ശ്രീ വിശേഷങ്ങൾ പങ്കിടുന്നത്. 2016 കലാഭവൻ മണി മരിക്കുന്നത്. അന്ന് 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു ശ്രീലക്ഷ്മി. പഠിക്കാൻ മിടുക്കിയും. അച്ഛൻ്റെ മരണം നൽകിയ വേദനയിലാണ് ശ്രീലക്ഷ്മി പരീക്ഷ എഴുതിയത്. 5 A+ഉം 1 B+ഉം അടക്കം നേടിയെടുത്തു. തുടർന്ന് +2വിനും മികച്ച മാർക്ക് വാങ്ങി. കലാഭവൻ മണിയുടെ ഏറ്റവും വലിയ ആഗ്രഹം മകളെ ഒരു ഡോക്ടറാക്കണം എന്നത് തന്നെയായിരുന്നു. അങ്ങനെയാണ് 2 വർഷത്തോളം കാത്തിരുന്ന് എൻട്രൻസ് പരിശീലനം നടത്തി ശ്രീലക്ഷ്മി MBBS പ്രവേശനം നേടിയത്. തുടർന്ന് മകൾക്ക് പഠിക്കാനുള്ള സൗകര്യം കണക്കിലെടുത്ത് കോളേജിന് തൊട്ടടുത്തുള്ള ഒരു ഫ്ലാറ്റ് വാടകയ്ക്കെടുത്ത് അവിടെ താമസിക്കുകയായിരുന്നു നിമ്മിയും മകളും. മണിയുടെ മരണശേഷം ചാലക്കുടിയിലെ മണിക്കൂടാരം വീട്ടിൽ നിമ്മിയും മകളും നിമ്മിയുടെ മാതാപിതാക്കളും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. നിമ്മിയും ശ്രീലക്ഷ്മിയും എറണാകുളത്തേക്ക് മാറിയതോടെ മാതാപിതാക്കൾ നിമ്മിയുടെ സഹോദരിയുടെ വീട്ടിലേക്കും മാറി. വല്ലപ്പോഴും അവധിക്ക് മാത്രമാണ് നിമ്മിയും മകളും ചാലക്കുടിയിലെ വീട്ടിലേക്ക് എത്തുന്നത്. അല്ലെങ്കിൽ ബന്ധുക്കൾ ആരെങ്കിലും എത്തി വീടും പരിസരവും വൃത്തിയാക്കിയിടും. അല്ലാത്ത പക്ഷം പൂർണ്ണമായും ആ വീട് പൂട്ടിക്കിടക്കുകയായിരുന്നു. കലാഭവൻ മണി ജീവിച്ചിരുന്ന കാലത്ത് രാവിലെ മുതൽ ആ വീട്ടിലേക്ക് സന്ദർശകരുടെ പ്രവാഹമായിരുന്നു. സഹായം ചോദിച്ചെത്തുന്നവരും ഒന്ന് കാണാനും സംസാരിക്കാനും ഒരു ഫോട്ടോ എടുക്കാനുമൊക്കെയായി 100 കണക്കിന് പേരായിരുന്നു ഓരോ ദിവസവും ഈ മണിക്കൂടാരത്തിലേക്ക് എത്തിയിരുന്നത്. എന്നാൽ മണിയുടെ മരണശേഷം അതിനൊക്കെ അവസാനമാകുമെന്ന് കരുതിയവർക്ക് തെറ്റി. മരണശേഷവും മണിയുടെ സ്മൃതി മണ്ഡപത്തിലെത്തി അദ്ദേഹത്തിൻ്റെ കാലടികൾ പതിഞ്ഞ മണ്ണിൽ അല്പനേരം ഇരുന്നാണ് പലരും മടങ്ങിപ്പോവുക. അത്രത്തോളം സ്നേഹമാണ് അദ്ദേഹത്തിൻ്റെ ആരാധകർ ആ നടനോട് ഇപ്പോഴും കാട്ടുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.